ഇത് ഈ മാളിൻ്റെ എൻട്രി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഇനി ഈ മാളിൻ്റെ വിശേഷങ്ങളാട്ടോ. ഇതാണ് മാളിൻ്റെ എൻട്രി. ഇവിടെ നല്ലൊരു സ്പേസിങ് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്പേസിങ്ങിൽ ആൾക്കാർ ഇരിക്കുകയും അവിടെ നല്ലൊരു കാറ്റടിച്ചുള്ളൊരു വൈബും പിന്നെ റോഡിൻ്റെ ഒരു വ്യൂവും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ചൊരു ഏരിയ ഉണ്ട് പിള്ളേർക്ക് ഓടിക്കളിക്കാനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ആൾക്കാർ നടക്കുന്ന ആ ഒരു ഇതിലായിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് രണ്ട് സൈഡിൽ കൂടിയും എസ്കലേറ്റർ പോകുന്നുണ്ട്. അപ്പം ആൾക്കാരൊക്കെ എസ്കലേറ്ററിൽ കൂടിയാണ് മാളിലോ അകത്തോട്ട് പോകുന്നത്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെ. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ കുറച്ച് ടെഡി ബിയർമാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവന്മാർ ചുമ്മാ ബോറടിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞാപ്പി ഉണ്ടോ ബബറെ തുടർന്ന് അപ്പേ ബബർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഞങ്ങളിതേ നിലാവത്തഴിച്ചു വിട്ട കോഴീനെ പോലെ കുഞ്ഞാപ്പി പോകുന്നു. അങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെ എത്തിയപ്പോഴാണ് നമ്മുടെ ഗെയിമിംഗ് സെക്ഷൻ കണ്ടത്. ഗെയിമിംഗ് സെക്ഷനിൽ ചെന്നപ്പോഴോ ആരുമില്ല. ഞങ്ങൾ ഒരുവിധം രാവിലെ തന്നെ തുറന്നപ്പോൾ തന്നെ അവിടെ എത്തി കേട്ടോ. മാള് തുറന്നപ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തി. അപ്പം അവിടെയൊന്നും ആരുമില്ല. പിന്നെ ഞങ്ങൾ നല്ലപോലെ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇതിനകത്ത് ലൈറ്റൊന്നും അവർ ഇട്ടിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്നൊക്കെ ഉള്ളൂ. എല്ലാം ഇതാക്കുന്നേ ഉള്ളൂ, അവർ സെറ്റാക്കുന്നേ ഉള്ളൂ. ചിലതിൻ്റെ മാത്രമേ ലൈറ്റുള്ളൂ, ബാക്കിയൊന്നിൻ്റെ ഒന്നും ലൈറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഈ ഗെയിമിംഗ് സെക്ഷൻ്റെ വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. അതേപോലെ കുഞ്ഞാപ്പിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഇവൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ, പക്ഷേ 1-2 പ്രാവശ്യം ഇതിന് മുന്നിൽ പോയിട്ടുണ്ട്. ബട്ട് അവൾക്ക് അത്ര അറിവില്ലായിരുന്നല്ലോ. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ അവൾക്ക് കണ്ടപ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഇങ്ങനെ എല്ലാം കണ്ടു പേർക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാത്തിനെയും നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുഞ്ഞാപ്പിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തേക്കാന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ അകത്ത് തന്നെ ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഗെയിമിംഗ് സെക്ഷൻസ്. ഇതിനകത്ത് ആരുമില്ലായിരുന്നു കേട്ടോ. അധികം എന്ന് പറയാനൊന്നുമില്ല, ആരുമില്ലായിരുന്നു. ഞങ്ങൾ നല്ലപോലെ വീഡിയോസൊക്കെ എടുത്തു. ഒത്തിരി സെക്ഷൻസ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഏരിയ ഉണ്ട് ഇതൊക്കെ ഗെയിമിങ്ങിൻ്റെ. പിന്നെ കുഞ്ഞു പിള്ളേരുടെ ഉണ്ട്, വലിയ പിള്ളേരുടെ ഉണ്ട്. അതായത് വീഡിയോ ഗെയിം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ടോയ് സെക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ നമ്മളാണ് കുഞ്ഞാപ്പിനെ എഴുതി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവൾ കുതിരയിൽ കയറുന്നു, വണ്ടി ഓടിക്കാൻ വേണ്ടി ചുമ്മാ ഇരിക്കുന്നു, അതൊന്നും അറിയത്തില്ല. ഇതൊന്നും വർക്കിംഗ് അല്ല കേട്ടോ, ചുമ്മാ കയറ്റി ഇരുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ അങ്ങനെ ഇരുത്തി എടുത്തുന്നേ ഉള്ളൂ. പിന്നെ അവളിങ്ങനെ ഗെയിം കളിക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്തത് അപ്പോഴത്തേക്കെല്ലാം അവർ ഓൺ ചെയ്ത്, ഞങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും ഓൺ ചെയ്തു അവർ. പിന്നെ അവളിങ്ങനെ അവിടുത്തെ സ്വിച്ചൊക്കെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയത്തൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, ചുമ്മാ ആക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇരുന്ന് കുറേ കഴിച്ചു. പിന്നെ ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലേസിൻ്റെ ഈ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. പോസ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒക്കെ കാണിച്ചവൾ പോസ് ചെയ്യുന്നു. പിന്നെ കുതിരയുടെ മുകളിൽ കയറി ഇരുന്ന് ലേസ് കഴിക്കുന്നു. പിന്നെ കുറേ അവിടെ ചെയറുണ്ടായിരുന്നു, ചെയറിൽ ഇരുന്ന് കുറേ ലേസ് കഴിച്ചു. അങ്ങനെ ആ മൊത്തം പാക്കറ്റും കഴിച്ചു. ഞാനങ്ങനെ ഇടയ്ക്ക് ലേസ് കൊടുക്കില്ല കേട്ടോ, ഇടയ്ക്ക് കൊടുക്കലുള്ളൂ. വല്ലപ്പോഴും ഒന്നും മേടിച്ച് കൊടുക്കത്തേ ഉള്ളൂ. ലേസിൻ്റെ എന്തൊക്കെ പ്രശ്നം നമുക്ക് ന്യൂസിലൊക്കെ കിട്ടിയായിരുന്നല്ലോ, അതിൽ പിന്നെ ഞങ്ങൾ കൊടുക്കത്തേ ഇല്ല. പക്ഷേ ഇവളങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന സ്നാക്സ് ഒന്നും കഴിക്കലില്ല കേട്ടോ, ഒരു സാധനം അങ്ങനെ കഴിക്കലില്ല. പിന്നെ ഞങ്ങൾ എസ്കലേറ്ററൊക്കെ കയറി ഞങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടി പോയി. സിനിമ കാണാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവിടെ ഒരു നമ്മൾ കേരളത്തിൽ ഐനെക്സ് മാൾ ഇല്ലെങ്കിൽ സിറ്റി സെൻറ്റർ ഒക്കെയാണ് ഈ മാൾ അറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള പേരിൽ ഈ മാൾ അറിയപ്പെടലില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ സിനിമ തിയേറ്ററിൻ്റെ എൻട്രിയിലെത്തി ഞങ്ങൾ കയറി എമ്പുരാൻ കാണുകയാണ്. അങ്ങനെ എമ്പുരാൻ കണ്ട് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ മാളൊക്കെ കുറേ ചുറ്റി കണ്ടു. നല്ല വൈബാട്ടോ ഈ മാളിൽ. നല്ലൊരു എന്താ പറയുക, പ്രകൃതിയോടാണെങ്കിൽ തന്നെ ഒത്തിരി സീനറീസ്, ഒത്തിരി കാര്യങ്ങൾ ഇവർ ഈ മാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്നു. പിന്നെ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് ബർഗറും ഇതൊക്കെ കഴിച്ച് KFC മേടിച്ച് ഓർഡർ ചെയ്ത് കഴിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും കുഞ്ഞാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് എല്ലാം കാണുകയാണ്. പിന്നെ അവളുടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടെ ഇങ്ങനെ റോപ്പിൽ കയറാവുന്ന രീതിയിൽ കിട്ടിയിട്ടൊക്കെയുള്ള അതായത് കൈ കൊണ്ട് പിടിച്ച് കയറാവുന്ന ക്ലൈംബിങ് ഏരിയ പോലെയൊക്കെ അവരാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുഞ്ഞാപ്പി കുറച്ചൊക്കെ ഒന്ന് കളിച്ചു. അവൾ സീസൺ ഉണ്ടെന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷേ അവിടെ ഇല്ലായിരുന്നു കേട്ടോ.
അതങ്ങനെ പോയി. പിന്നെ അവിടെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മീനിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇങ്ങനെ ഒരു വലിയൊരു പോണ്ട് പോലെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും അവർ ഇരിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് എത്ര എന്താ പറയുക ഇങ്ങനെ ആസ്വദിക്കാം ആൾക്കാർക്ക്. ഞാൻ കുഞ്ഞാപ്പീനെ പിടിച്ച് അവിടെ ഇരുത്തും, അതിൻ്റെ പടികേറത് കണ്ടോ. ഇതുപോലെ ഇരിക്കാം നമുക്ക്, ഇതുപോലെ ഇരുന്നിട്ട് നമുക്ക് കാണാം. ഫീഡിംഗ് ഒന്നുമില്ല കേട്ടോ, ഫിഷിന് ഫീഡിംഗ് ഒന്നുമില്ല. അവരവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. സെക്യൂരിറ്റീസ് നമ്മളെ ഫീഡ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല, കൈയൊന്നും ഇടാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പിന്നെ ചുമ്മാ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ ഒത്തിരി നേരം കുഞ്ഞാപ്പി അത് കണ്ടുകൊണ്ടിരുന്നിട്ട്, നമ്മൾ ഈ മീനൊന്നും കണ്ടാലൊന്നും മടുക്കുകയല്ലേ, ഇതിങ്ങനെ നീന്തി തുടിക്കുന്ന കാണുമ്പോൾ നമ്മൾ എത്ര നേരം വേണേലും ഇതിങ്ങനെ നോക്കിയിരിക്കും അല്ലേ. ഞങ്ങൾ കുറേ നേരം ഇതിങ്ങനെ നോക്കിയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഇത് നല്ലപോലെ നല്ലൊരു റിലാക്സ്മെൻറ്റും നല്ലൊരു എൻജോയ്മെൻറ്റുള്ളൊരു കാര്യമാണ് ഈ മീനിനെ നോക്കിയിരിക്കുക, മീൻ പിടിക്കുക എന്നുള്ളതൊക്കെ ഒരു കാര്യങ്ങൾ അല്ലേ. പണ്ട് കാലത്തൊക്കെ നമ്മൾ മീൻ പിടിക്കാനൊക്കെ പോയിരുന്നു, ഇപ്പോഴൊക്കെ എവിടെയല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. താങ്ക് യു.